ഡാറ്റ ചോർച്ചയിൽ സർക്കാർ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ഹർജിക്കാരായ ജീവനക്കാർ. IT മിഷന് ബൾക്ക് മെസ്സേജ് അയക്കാനുള്ള സംവിധാനം ഇല്ല, അതിന് പുറത്തുനിന്ന് സഹായം തേടി. ഇത് മറച്ചുവെച്ചാണ് സർക്കാരിന്റെ സത്യവാങ്മൂലമെന്ന ആരോപണം. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഇതിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ എന്ത് കള്ളത്തരമുണ്ടെന്നുള്ളതാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്? ആര്യ, കഴിഞ്ഞ ദിവസം ഈ ഡാറ്റ ചോർച്ച ആരോപണം തള്ളിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ആ സത്യവാങ്മൂലത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഹർജിക്കാരായ ജീവനക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. അവർ പറയുന്നത് സർക്കാർ ഹൈക്കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. IT മിഷനാണ് ഈ മെസ്സേജുകളെല്ലാം അയച്ചത്. IT മിഷൻ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതുവഴിയാണ് ഈ ബൾക്ക് മെസ്സേജുകൾ അയച്ചത് എന്നതാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. എന്നാൽ അത് പച്ചക്കള്ളമാണ് എന്നതാണ് ഹർജിക്കാർ ഹൈക്കോടതിയിൽ ഇപ്പോൾ എതിർ സത്യവാങ്മൂലമായി നൽകിയിരിക്കുന്നത്. അവർ പറയുന്നത് IT മിഷന് ഇത്തരത്തിൽ ബൾക്ക് മെസ്സേജുകൾ അയക്കാനുള്ള ഒരു സംവിധാനമില്ല. ഇവിടെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്കാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശം പോയിരിക്കുന്നത്. ഇതിന് പുറത്തു നിന്നുള്ള സഹായം കിട്ടിയിട്ടുണ്ട് എന്നതാണ് അവരുടെ ആരോപണം. അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ വ്യക്തി വിവരങ്ങൾ എങ്ങനെയാണ് വേർതിരിച്ചെടുത്തത് എന്നത് സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നില്ല. അതിൽ നിന്ന് തന്നെ സർക്കാരിന് മറ്റൊരു സംവിധാനത്തിന്റെ സഹായം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാകുന്നുണ്ട് എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ഒരു CMOയുടെ പേരിലുള്ള ഒരു ബിസിനസ് അക്കൗണ്ടിൽ നിന്ന് വാട്സ്ആപ്പ് മെസ്സേജ് വഴി